നമസ്കാരം. മതേതരത്വം എന്ന വാക്കിനും ആശയത്തിനും മഹത്തായ അർത്ഥമുണ്ട്, ഒരു മൂല്യമുണ്ട്. എന്നാൽ ചില കപട മതേതരവാദികൾ നടത്തുന്നത് പച്ചയായ ഹിന്ദു വിരുദ്ധതയാണ്. ഒരു മതത്തെ മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ ആക്രമണം തുടങ്ങിയിട്ട് നാളുകളേറെയായി. മറ്റു മതവിഭാഗങ്ങളെ കൂടി അധിക്ഷേപിക്കുക എന്നതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ കാണാനുള്ള ബോധ്യവുമാണ് വേണ്ടത്. ഈ കപട മതേതരവാദികളുടെ, അതായത് ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യത്തിന്റെ ഹിന്ദു വിരുദ്ധത അതിരു കടന്നിരിക്കുകയാണ്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പോലീസിനെ വരെ കളിപ്പാവാക്കിക്കൊണ്ട് ആചാരലംഘനം നടത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഇന്ത്യ സഖ്യം ഭഗവാൻ ശ്രീരാമനെ അധിക്ഷേപിച്ച തൃശൂർ MLA പി ബാലചന്ദ്രൻ വരെ എത്തി നിൽക്കുകയാണ്. അയോധ്യ ക്ഷേത്രത്തെ തുടക്കം മുതൽ ഒടുക്കം വരെ എതിർത്ത കോൺഗ്രസും സനാതനധർമ്മത്തെ പകർച്ചവ്യാധിയോട് ഉപമിച്ച ഉദയനിധി സ്റ്റാലിനും ഗണപതി മിത്താണെന്ന് പറഞ്ഞ AN ഷംസീറും അതിനു പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച MV ഗോവിന്ദൻ മാസ്റ്ററും തൃശൂർ പൂരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ഇന്ത്യ സഖ്യത്തിനും VT ബൽറാം, M സ്വരാജ്, PK ശ്രീമതി, G സുധാകരൻ, സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന സൈബർ ടീമുകൾ, അങ്ങനെ ഹിന്ദു വിരുദ്ധത കപട മതേതരവാദികളുടെ ലിസ്റ്റ് നീണ്ടു പോവുകയാണ്. അതേസമയം ഹിന്ദു മതത്തെ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു വിശ്വപൗരന്മാരെയും വോട്ടിന് വേണ്ടി മിനിറ്റുകൾ കൊണ്ട് വേഷം കെട്ടുന്ന ഒരു ഇന്ത്യ നേതാക്കളെയും ഈ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ പ്രതികരിക്കാൻ കണ്ടില്ല. അത് കാണുകയുമില്ല. ചോദ്യം ചെയ്യുന്നവനെ സംഖ്യയാക്കി ഒറ്റപ്പെടുത്തുകയും സൈബർ ടീമുകളുടെ ആക്രമണത്തിനിരയാക്കുകയും ചെയ്യുന്നു. കാരണം രാമപ്രതിഷ്ഠ സമയത്ത് കീർത്തനം ചൊല്ലണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഇത്തരത്തിൽ സൈബർ ടീമുകളുടെ ആക്രമണം നേരിടേണ്ടി വന്ന ചിത്രചേച്ചി ഇതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി വിഭജിച്ച് നിർത്താനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നീക്കത്തെ എല്ലാ മതവിശ്വാസികളും തീർച്ചയായും നേരിടണം, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.